നമുക്കിന്ന് വെറും ഒരു 4 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് അതിനായി ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിനെ ഒന്ന് കുറച്ച് വലിയ പീസസായിട്ട് മുറിച്ച് വെക്കുക കേട്ടോ. സോ ഞാനിത് മുറിക്കണ നേരം കൊണ്ട് നിങ്ങൾ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക കേട്ടോ. സോ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം മുറിച്ച് കഴിഞ്ഞ് എല്ലാം കൂടി ഒരു ബൗളിൽ വെള്ളത്തിലിടുക കേട്ടോ. നമ്മളിവിടെ ഒരു 2 ഉള്ളി കൂടി നന്നായി മുറിച്ച്, വലിയ ഉള്ളി കേട്ടോ, അതിനെ ഒന്ന് നല്ലോണം തിരുമ്പി വയ്ക്കുന്നുണ്ട്, അതിൻ്റെ ജ്യൂസൊക്കെ പുറത്ത് വരുന്ന പോലെ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പച്ചമുളകും കൂടി മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കുനുകുനേന്നാണ് പച്ചമുളകൊക്കെ മുറിച്ചെടുക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ മുറിക്കുന്നുണ്ട്. നമ്മൾ ഈ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നമ്മളൊന്ന് വേവിക്കാൻ വെക്കുക നന്നായിട്ട് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ ഈ ബൗളിലേക്ക് നല്ലോണം തൈര്, നമുക്ക് ആവശ്യത്തിനുള്ള തൈര് എടുക്കുക. കട്ടത്തൈര് തന്നെ ഉണ്ടെങ്കിൽ വളരെ നല്ലത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുളിക്കാത്ത തൈരായിരിക്കണം. ഓക്കെ. എന്നിട്ട് അതിനെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. നല്ലോണം കട്ടയില്ലാതെ അടിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ആഡ് ചെയ്യുക. ഓക്കെ. ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. സോ അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക്, കറിവേപ്പില ഇതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാവും കേട്ടോ. നമ്മൾ ബൈ ദ ടൈം ഈ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചത് എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. അതിനെയും കൂടി നമ്മൾ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ തൈരും ഉള്ളിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒന്ന് ഇട്ടിട്ട് അതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ തൈരും ഉരുളക്കിഴങ്ങും ഉള്ളിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലേക്കൊരു വറവിടുക. അതിനായി ജീരകം, ദെൻ നമ്മൾ ഫെനൽ സീഡ്സ്, പെരുംജീരകം, ദെൻ അതിലേക്ക് കടുക്, ദെൻ കുറച്ച് ചുവന്ന മുളക്, അതെല്ലാം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എഗെയിൻ ഒന്ന് അതിനെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ബോറടിക്കുമ്പോൾ എളുപ്പത്തിൽ എവിടെയെങ്കിലും പോയിട്ട് വന്നു, വളരെ എളുപ്പത്തിൽ ആ ഉരുളക്കിഴങ്ങ് വേവേണ്ട ടൈം മാത്രമേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒന്നാണ്. പിന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ പേരാണ് നേപ്പാളി ചുക്ക. ഓക്കെ. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.